പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വൈകാൻ കാരണം സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടും സംസ്ഥാനം നടപടിയെടുക്കുന്നില്ല. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതമായിരുന്നു കേന്ദ്രം പ്രഖ്യാപിച്ചത്. ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നേരെ കടലാസിൽ കാശ് എടുത്ത് കൊണ്ടുവന്ന് നേരെ പുലിക്കളി സംഘങ്ങൾക്കാണ് വിതരണം ചെയ്യാൻ സാധ്യമാവില്ല. അതിന് സിസ്റ്റമുണ്ട്, ആ പ്രൊസീജിയറുണ്ട്. പ്രൊസീജിയർ എങ്ങനെയാണ്? ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്, ത്രൂ കളക്ടർ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാരിന് ആ വിഹിതം ഉറപ്പ് കൊടുത്തു. കാശ് 4 ലക്ഷം രൂപ വെച്ച് പാസ്സാക്കിയിരിക്കുന്നു. ആ കാശ് സംസ്ഥാന സർക്കാർ വഴി കളക്ടർ വഴി തന്നെയാണ് കൊടുക്കാൻ സാധ്യമാവുള്ളൂ. അത് കൃത്യമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അത് എത്തിച്ചിട്ടില്ല എങ്കിൽ പുലിക്കളി സംഘങ്ങൾ കളക്ടറുടെ അടുത്തെത്തണം, സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തെത്തണം. കേന്ദ്ര സർക്കാർ ആദരണീയ MP-യുടെ നേതൃത്വത്തിൽ, അദ്ദേഹം ടൂറിസം മന്ത്രിയാണ്, അദ്ദേഹം ഒരു ഭംഗിയായിട്ടുള്ളൊരു കാര്യം പുലിക്കളി സംഘങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, ആ ധനസഹായം ഇവരിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ പരിപൂർണമായിട്ട് വലിയ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത്. സാനു കെ സജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു 50,000 രൂപ ഇവരുടെ ടൂറിസം വകുപ്പിൻ്റെ അനൗൺസ് ചെയ്തിരുന്നു. അത് കിട്ടിയിട്ടില്ല. അതിപ്പോഴല്ല, വർഷങ്ങളായിട്ടുള്ള കുടിശ്ശിക എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പോൾ ഈ ഫണ്ട് നമുക്ക് കിട്ടില്ല, അതിൽ 100% കിട്ടും. 100% കിട്ടുന്നതാണ് എല്ലാ പുലിക്കളി സംഘങ്ങളുടെയും പ്രതീക്ഷ. സാനു കെ സജീവ് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സാനു, പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം അകാരണമായി വൈകുകയാണ്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉദാസീന മനോഭാവം കൊണ്ടാണ് ഇത്തരത്തിൽ വൈകുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ടല്ലോ. എന്താണ് അവർ പറയുന്നത്? രോഹിണി, അതായത് തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുലികളി സംഘങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള അപ്രൂവൽ നൽകിയിട്ടുള്ള ഈ 3 ലക്ഷം രൂപയുടെ ധനസഹായം. അതായത് 3 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായവും ഒപ്പം തന്നെ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള 1 ലക്ഷം രൂപയും അടക്കം ഓരോ സംഘങ്ങൾക്കും 4 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിരുന്നത്. ആ 4 ലക്ഷം അനുവദിച്ചതിൽ 1 ലക്ഷം രൂപ, അതായത് സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ഭാഗമായിട്ടുള്ള 1 ലക്ഷം രൂപ വീതമുള്ള പണം ഇതിനോടകം തന്നെ എല്ലാ പുലികളി സംഘങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് കേന്ദ്ര സർക്കാർ അപ്രൂവൽ നൽകിയിട്ടുള്ള 3 ലക്ഷം രൂപയാണ്. ഈ 3 ലക്ഷം രൂപയുടെ കാത്തിരിപ്പിലാണ് ഈ പുലികളി സംഘങ്ങളെല്ലാം. എന്തായാലും കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇതിലിടപെടുകയും അതിനനുവദിച്ചിട്ടുള്ള പണത്തിന്റെ അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണം ലഭിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം, അതായത് ഈ അപ്രൂവൽ നൽകിയ പണം കൃത്യമായിട്ട് വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ സർക്കാർ ആ പണം കൃത്യമായിട്ട് പുലികളി സംഘങ്ങൾക്ക് നൽകിയതിന് ശേഷം ജില്ലാ കളക്ടർ അതിന്റെ രേഖകൾ, അതായത് വകുപ്പ് മന്ത്രാലയത്തിന് നൽകുമ്പോഴാണ് ആ പണം സംസ്ഥാന സർക്കാരിലേക്ക് ലഭ്യമാകുക, അല്ലെങ്കിൽ അവിടേക്ക് ലഭിക്കുക. ഇത് അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയൊക്കെയാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ പണം തടഞ്ഞു വെക്കുക, പുലികളി സംഘങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കമാണ്, അല്ലെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഇതിനോടകം തന്നെ ആക്ഷേപവും ആരോപണവും ഉയർന്നിട്ടുണ്ട്. പുലികളി സംഘങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി ഇവിടുന്ന് വിജയിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പണം ഈ പുലികളി സംഘങ്ങൾക്ക് നൽകിയിരുന്നു. ധനസഹായമായിട്ട് പുലികളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് നിലനിർത്തി പോകുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകിയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് പുലികളി സംഘങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അവർ പറയുന്ന മറ്റൊരു കാരണം, എന്തുകൊണ്ട് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജില്ലാ കളക്ടറോട് അടക്കം ഇത് ആരായും അല്ലെങ്കിൽ ചോദിച്ചറിയാനായിട്ടുള്ള നീക്കത്തിലാണ് പുലികളി സംഘങ്ങളെല്ലാം ഉള്ളത്. നിലവിൽ ഈ പണം അനുവദിച്ചിട്ട് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഈ ജില്ലാ കളക്ടറോ അല്ലെ ജില്ലാ ഭരണാധികാരികളോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പുലികളി സംഘങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. രോഹിണി. ശരി സാനു, എന്തായാലും പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വൈകാൻ കാരണം സംസ്ഥാന സർക്കാർ എന്നുള്ള ആരോപണം ഉയരുകയാണ്. കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകി, പക്ഷേ സംസ്ഥാനം കൃത്യമായ നടപടി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് വൈകുന്നത് എന്ന് തന്നെയാണ് പുലികളി സംഘവും ആരോപിക്കുന്നത്. എന്ന് മാത്രമല്ല, തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. പക്ഷേ അനാവശ്യമായ കാലതാമസം വരികയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.